നമ്മൾ വെൽഡിംഗ് പണിക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ടൂളുകളിൽ ഒന്നാണ് ഡ്രില്ലിംഗ് മെഷീൻ. ബോഷും മക്കിത്തയും ഒക്കെ വാങ്ങാൻ നല്ല വിലയാകും. അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു മെഷീൻ കിട്ടിയാലോ? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കെന്യു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഹെവി വർക്ക് നടക്കുമോ? റൂഫിങ്ങിൻ്റെ ഒക്കെ പണിക്ക് എടുത്തു കഴിഞ്ഞാൽ ചൂടാകുമോ? അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഈ വീഡിയോയിൽ ഇനി അൺബോക്സിങ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. ഒരു ആഴ്ച ഉപയോഗിച്ചിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റുകൾ അടക്കമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ. നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കാം. മക്കിത്തയുടെയൊക്കെ മെഷീൻ വരുന്ന പോലെ തന്നെ പെട്ടിയുടെ ഷേപ്പ് അതേ ഷേപ്പ് തന്നെയാണ്. അതേ മെത്തേഡാണ് ഇവരും സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെയൊക്കെ മക്കിത്തയുടെ മെഷീൻ 3-4 ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കുമ്പോഴുള്ള റിവ്യൂ കൂടിയാണ് പറയുന്നത്. ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 500 വാട്ട്സ് ആണ് ഇത് വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള മെഷീൻ മക്കിത്തയാണ്. പിന്നെ ഇപ്പം കെയ്ത്താൻ്റെ മെഷീനും പവർ ടെക്കിൻ്റെ മെഷീനും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മക്കിത്തയും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു പുതിയ മെഷീനാണ് ഈ കെന്യുവിൻ്റെ മെഷീൻ ഇറക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ ഇതുപോലെ തന്നെ സെൽഫ് ടൈപ്പ് ബാറ്ററി ഡ്രില്ലും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കോഡ്ലെസ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പം ഇതിൻ്റെ പെട്ടി തന്നെയാണ് ഹൈലൈറ്റ്. സാധാരണ സ്ക്വയർ ബോക്സുകളിൽ നിന്നുള്ള വ്യത്യാസം അത് കാണുമ്പോൾ തന്നെ ഒരു ലുക്ക് ഉണ്ട്. അപ്പം മെഷീൻ്റെ ഉള്ളിൽ സാധാ കിട്ടുന്ന പോലെ ആകെ ഒരു മെഷീനും അതിൻ്റെ കീയും ഒരു കാറ്റലോഗും, പിന്നെ വേറെ ഒന്നും തന്നെ ഇല്ല. സാധാരണ ചില മെഷീനൊക്കെ വാങ്ങുമ്പോൾ കാർബണൊക്കെ ഇട്ടുകളുണ്ട്. ഇപ്രാവശ്യം അതിൻ്റെ അതൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ. അധികം വലിപ്പം ഇല്ല. ഹെവി ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ കാണാൻ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന, അതായത് നമ്മുടെ മെയിൻ ആവശ്യം നമ്മൾ റൂഫിങ്ങിൻ്റെ വർക്കായതുകൊണ്ട് ഷീറ്റിന് സ്ക്രൂ അടിക്കണം. പിന്നെ സ്റ്റാർ സ്ക്രൂ ഒക്കെ അടിക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് വെൽഡിംഗ് പണിക്കാർക്ക് മാത്രമല്ല, ആശാരി പണിക്കാർക്ക്, അങ്ങനെയുള്ള എല്ലാ പണിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം റേറ്റ് കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. മക്കിത്തയൊക്കെ വാങ്ങുമ്പം ഇതിനെക്കാട്ടും ഒരു 500-600 രൂപ മിനിമം കൂടുതൽ, ആ റേറ്റിൽ തന്നെ കിട്ടൂല, അതിനെക്കാട്ടും കൂടുതൽ കൊടുക്കണം. പിന്നെ ഇതിന് വരുന്നിരിക്കുന്നത് 6 മാസം വാറണ്ടിയാണ്. 6 മാസം വാറണ്ടി വരുന്നത് സാധാരണ എല്ലാ മെഷീനിലും വരുന്ന പോലെ ആർമേച്ചറിന് മാത്രമേ വാറണ്ടി ഉണ്ടാവുള്ളൂ. കേബിൾ പോയാലും മറ്റ് ചക്ക്, ബെയറിങ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും വാറണ്ടി സാധാരണ കൊടുക്കലില്ല ഒരു മെഷീനും. അപ്പം ഇതിനും അങ്ങനെ തന്നെയാണ്. വാറണ്ടി എന്ന് കേട്ട് എല്ലാവരും അതിനെ പുറകെ ചാടി പുറപ്പെടണ്ട. മെയിനായിട്ട് അവർ ആർമേച്ചറിനാണ് വാറണ്ടി കൊടുക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്ന ഒരു കീയും അതിൻ്റെ കാറ്റലോഗ് പിന്നെ നമുക്ക് ആവശ്യമില്ല. പുതിയതായിട്ട് വാങ്ങുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വീട്ടിലുകൾക്ക് ആവശ്യത്തിനൊക്കെ ചെറിയ എന്തെങ്കിലും തുളക്കാനും പിടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 10mm ബിറ്റ് വരെ ഇതിൽ ഇടാൻ പറ്റും. തടിയൊക്കെ തുളക്കാൻ പറ്റുന്ന ആവശ്യങ്ങൾക്കുള്ള ബിറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മെഷീന് 2000 രൂപയിൽ താഴെയാണ് വരുന്നത്. അതിപ്പം പല സ്ഥലത്തുനിന്നും പല റേറ്റ് ആയിരിക്കും. ഓരോരാളും ഓരോ കടകളിലും വിളിക്കുന്ന റേറ്റ് പലതായിരിക്കും. 2000 രൂപ താഴെ ഈ മെഷീന് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല പവർ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് സ്ക്രൂ അടിച്ചിട്ട് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് നമ്മൾ സെൽഫ് സ്ക്രൂ ആണ് അടിക്കാൻ പോകുന്നത്. ഷീറ്റിന് മുകളിൽ കയറിയിട്ട് തന്നെ നമ്മൾ അടിച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിവ്യൂ എടുത്തിട്ടുള്ളത്. കാരണം ഉപയോഗിച്ച് നോക്കിയിട്ട് ആദ്യം വീഡിയോ പിടിച്ചെങ്കിലും റിവ്യൂ ഒക്കെ പറയുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ്. കാരണം നമ്മളിങ്ങനെ മെഷീനൊക്കെ വാങ്ങുമ്പോൾ റിവ്യൂ ചെയ്യലുണ്ട്. അപ്പോൾ കംപ്ലൈൻറ്റ് പറയലുണ്ട്. ഇത് അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം, ഷീറ്റ് അടിച്ചു നോക്കാം. അപ്പം നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെയാണ് അൺബോക്സിങ് ചെയ്തെങ്കിലും നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെയാണ് ഉപയോഗിച്ചിട്ട് നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം ഷീറ്റ് അത്യാവശ്യം സ്പീഡിൽ തന്നെ ഈ ഏരിയയിൽ ഇത്രയും നമ്മൾ ഷീറ്റ് അടിച്ചു. കഴിഞ്ഞൊരു സൈഡിൽ അടിച്ചിരുന്നു, പക്ഷേ നമ്മളത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇപ്രാവശ്യം അടിക്കുന്നത് സ്പീഡിൽ തന്നെ അടിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ തന്നെയല്ല ഉപയോഗിക്കുന്ന പിള്ളേരാണ് പറയുന്നത്. കാരണം അവർക്കും എന്നാ പറയണ്ടേ, എല്ലാവർക്കും മക്കിത്ത യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റ് മെഷീനോട് പറയുമ്പോൾ ഓരോ ആൾക്കാർക്കും കംപ്ലൈൻറ്റ് കൂടുതലായിരിക്കും. മക്കിത്തയ്ക്കുള്ള സ്പീഡ് മറ്റ് മെഷീന് കിട്ടുക എന്നുള്ളത് അത്രയും കിട്ടുന്നില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല. അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ധൈര്യമായിട്ട് വാങ്ങാം. കാരണം ആ റേഞ്ചേ വരുന്നുള്ളൂ. 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. 6 മാസം വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിപ്പോകുന്നുള്ള പേടിക്കേണ്ട. നല്ലോണം സ്ക്രൂ അടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളുടെ മെഷീൻ്റെയൊക്കെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ മെയിനായിട്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽഡിങ്ങിൻ്റെ, റൂഫിങ്ങിൻ്റെ ഒക്കെ വർക്കിൻ്റെ വീഡിയോകളാണ് നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുഞ്ഞു വീഡിയോകളും വരുന്നതായിരിക്കും. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ
നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അപ്പോൾ അതുപോലെ ഇതുപോലുള്ള മെഷീൻ ഉപയോഗിക്കുന്നവർ, ഈ മെഷീൻ ഉപയോഗിക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഓരോരോ ആൾക്കാർ ഏത് മെഷീനാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും.